രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ രാധ രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ജീവനായ രാധയുടെ പ്രണയം, ആ രാധയുടെ പ്രണയത്തിൻ്റെ 144-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയുമാണ് രാധയുടെ പ്രണയം, എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതി. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ കൊല്ലത്താണ്. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് പഠിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഇതൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിരിക്കും. അതിന് യാതൊരുവിധ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കേൾക്കണം? അഷ്ടാവക്ര ഗീത കേൾക്കണം. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളുണ്ട്, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഇട്ടിട്ടുണ്ട്. രാധാ കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതൊക്കെ നമ്മുടെ കൃഷ്ണപ്രിയ മനോഹരമായി പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. ശ്രീരാധേ 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 ശ്രീരാധേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. അപ്പൊ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. 144-ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായും നിങ്ങൾ ആ വീഡിയോ കാണണം. അതിൻ്റെ ലിങ്ക് വേണ്ടവർ എൻ്റെ 9645333999 എന്ന നമ്പർ വാട്സപ്പ് നമ്പറും കൂടാണ്. നിങ്ങൾക്ക് വിളിക്കുകയോ അതിലേക്കൊരു മെസ്സേജ് ഇടുകയോ ചെയ്യാം. അപ്പം നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞെടുത്ത് നിർത്തിയെടുത്തൊന്ന് തുടങ്ങാം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. രാധാ റാണിയുടെ ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് കൃഷ്ണൻ. വർഷങ്ങൾക്ക് ശേഷം രാധാറാണിയെ കാണാൻ വന്നതാണ് കൃഷ്ണൻ. വൃന്ദാവനം വിട്ടിട്ട് പിന്നീട് ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. ആ വരവിൽ കൃഷ്ണൻ കുറെ ഉപദേശങ്ങൾ നൽകാൻ നോക്കി. ആ സമയത്താണ് രാധാറാണി പൊട്ടിത്തെറിച്ചത്. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നമ്മൾ രണ്ടും രണ്ടല്ല, പാലിൽ വെളുപ്പ് രണ്ടല്ലല്ലോ. വായു ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെ ഞാനും നീയും സർവത്ര നിറഞ്ഞിരിക്കുന്നു. അഗ്നിയും ജലവും സൂക്ഷ്മരൂപത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ നീ എന്നിൽ നിറഞ്ഞിരിക്കുന്നു രാധേ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാധാറാണി പൊട്ടിത്തെറിച്ചു. രാധാറാണി പറഞ്ഞു, കൃഷ്ണ വേണ്ട, നിന്റെ ഉപദേശം വേണ്ട, നിന്റെ ഉപദേശം നിർത്തൂ കൃഷ്ണ. കൊള്ളാം, സ്നേഹിച്ച പെണ്ണിനെ കൈയൊഴിഞ്ഞു മറ്റ് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് പാടി നടക്കാം നിന്റെ ഉപദേശം. കൃഷ്ണ, ഇതൊക്കെ ശരിയായേനെ. പ്രണയിക്കുന്ന പെണ്ണിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരു വളം മാത്രം ധ്യാനിച്ച് പ്രണയിക്കുന്നവളല്ലാതെ മറ്റൊരുത്തിയെ മനസ്സാ വാചാ കർമ്മണ വിചാരിക്കാതെ മറ്റൊരുവളുടെ വിരൽത്തുമ്പിൽ പോലും തൊടാതെ പ്രണയിക്കുന്ന പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് വെച്ചതിന് ശേഷം പറയാം, നീയും ഞാനും രണ്ടല്ല, പാലിൽ വെളുപ്പെന്ന പോലെ നീ എന്നിൽ ചേർന്നിരിക്കുന്നു. വായു ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെ നീ എന്നിലും ഞാൻ നിന്നിലും നിറഞ്ഞിരിക്കുന്നു. അഗ്നിയും ജലവും സൂക്ഷ്മരൂപത്തിൽ നിൽക്കുന്നത് പോലെ ഞാനും നീയും ഒന്നായി മാറിയിരിക്കുന്നു എന്ന് പറയാം കൃഷ്ണ, എന്ന് പറയാം കൃഷ്ണ. അല്ലാതെ പ്രണയിച്ച പെണ്ണിനെ കളഞ്ഞിട്ട് പല വിവാഹങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വന്നത് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല കൃഷ്ണ. അത് നീ നിന്റെ ഭക്തജനങ്ങളെടുത്തോ ഗോപികമാരെടുത്തോ മാത്രം പറഞ്ഞാൽ മതി. ഇത് രാധയാണ് കൃഷ്ണ, ഇത് രാധയാണ്. നീ പറയുന്നു നമ്മൾ രണ്ടും രണ്ടല്ലെന്ന്. നമ്മൾ രണ്ടും രണ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ കൃഷ്ണ രണ്ട് രൂപം? നമുക്ക് എന്തിനാണ് രണ്ട് രൂപം? ദ്വൈതമല്ലല്ലോ, അദ്വൈതമല്ലേ ഏറ്റവും നല്ലതെന്നല്ലേ പറയുന്നത്. അദ്വൈതം, ദ്വൈതം രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ പ്രപഞ്ച സത്യം തന്നെ അദ്വൈതമാണെന്ന് പറയുന്നു. അതും നീ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അദ്വൈതത്തിൽ ഇരുന്നാൽ പോരെ? നമ്മൾ ദ്വൈത രൂപം, രണ്ട് രൂപം എന്തിനാണ് സ്വീകരിച്ചത് കൃഷ്ണ? ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ കൃഷ്ണ. നീ പലരെ വിവാഹം കഴിച്ചു, എന്നിട്ട് നീ വിവാഹം കഴിച്ചവരൊക്കെ എൻ്റെ അംശങ്ങളാണെന്നാണ് ഉദ്ധവനും കൂട്ടരുമൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീകളും രാധയുടെ അംശങ്ങളാണത്രേ.
ഈ പ്രപഞ്ചത്തിലെ സകല പുരുഷന്മാരും കൃഷ്ണന്റെ അംശങ്ങളാണത്രേ. ശിവൻ പോലും കൃഷ്ണന്റെ അവതാരമാണെന്ന് ഉദ്ധവനും കൂട്ടരും പറഞ്ഞു നടക്കുന്നു. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃഷ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃഷ്ണ. കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് രാധ ചോദിക്കുന്ന ചോദ്യത്തിന് തൻ്റെ സുദർശന ചക്രത്തെക്കാൾ മൂർച്ചയുണ്ട്. അത് കൃഷ്ണന് നല്ലതുപോലെ അറിയാം. അപ്പൊ കൃഷ്ണൻ ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിലെ, രാധാറാണി ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ പുരുഷന്മാരും കൃഷ്ണനല്ലേ? പഞ്ചപാണ്ഡവരും കൃഷ്ണൻ, ദുര്യോധനനും കൃഷ്ണൻ, ദുശാസനനും കൃഷ്ണൻ, നന്മ ചെയ്യുന്നവരും കൃഷ്ണൻ, തിന്മ ചെയ്യുന്നവരും കൃഷ്ണൻ. എങ്കിൽ കൃഷ്ണ പല പുരുഷന്മാരെ വിവാഹം ചെയ്ത് അവരോടൊപ്പം കിടപ്പറ പങ്കിട്ടിട്ട് ഞാനും പറയട്ടെ കൃഷ്ണ, നമ്മൾ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇവരെല്ലാം കൃഷ്ണന്റെ അംശങ്ങളാണ്. അപ്പൊ ഞാൻ കിടപ്പറ പങ്കിട്ടതെല്ലാം കൃഷ്ണനുമായിട്ട് മാത്രമാണ്. കൃഷ്ണൻ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. കൃഷ്ണ, ഇത് രാധയ്ക്ക് മാത്രമല്ല, ഇത് രുക്മിണിക്കും സത്യഭാമയ്ക്കും ജാമ്പവതിക്കും എല്ലാവർക്കും ബാധകമല്ലേ കൃഷ്ണ? അവർക്കും അപ്പൊ രുക്മിണിക്കും വേറെ വിവാഹം കഴിക്കാമല്ലോ, സത്യഭാമയ്ക്കും വേറെ വിവാഹം കഴിക്കാമല്ലോ. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ പുരുഷന്മാരും നിന്റെ തന്നെ അംശങ്ങളല്ലേ കൃഷ്ണ? അതോ പുരുഷന് മാത്രമാണോ കൃഷ്ണ എത്ര പേരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, സ്ത്രീക്ക് പാടില്ല എന്നത്? കൃഷ്ണൻ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. രാധാറാണി ഒന്ന് നിർത്തി ശ്വാസം എടുത്തിട്ട് പറഞ്ഞു, കൃഷ്ണ ദയവ് ചെയ്ത് നിന്റെ ഉപദേശം നിർത്തൂ കൃഷ്ണ. നിന്റെ ഉപദേശത്തിനായി കാത്തിരിപ്പുണ്ട് ഗോപികമാര്, അവിടേക്ക് ചെല്ലൂ കൃഷ്ണ. നിന്റെ ഉപദേശത്തിനായി കാത്തിരിക്കുന്നുണ്ട് നിന്റെ ഭക്തജനങ്ങള്, നിന്നെ വാസുദേവനായി കാണുന്നവര്, അവരുടെ അടുത്തേക്ക് ചെല്ലൂ കൃഷ്ണ. എന്നിട്ട് രാധാറാണി പറഞ്ഞു, കൃഷ്ണ ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഇന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കൃഷ്ണ, ഇന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പണ്ട് അമ്പാടിയിൽ വെച്ചിട്ട് എന്നെ തേടി വന്ന കണ്ണൻ, വൃന്ദാവനത്തിൽ കാലികളെ മേയിച്ച കണ്ണനെ രാധ എത്ര തീവ്രതയോടെയാണോ സ്നേഹിച്ചത്, അതേ തീവ്രതയോടെ ഈ പാൽക്കാരി പെണ്ണ് ഇന്നും നിന്നെ സ്നേഹിക്കുന്നു കൃഷ്ണ. എൻ്റെ മനസ്സിൽ നീയല്ലാതെ ആരുമില്ല കൃഷ്ണ, കൃഷ്ണനെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പുരുഷരും നിന്റെ അംശങ്ങളാണെന്ന് പറയുന്നു, എനിക്ക് അംശം വേണ്ട കൃഷ്ണ. പരിപൂർണ തമനായ നീ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് എന്തിന് കൃഷ്ണ അംശങ്ങള്? സ്വർണപാത്രം കയ്യിലുള്ളപ്പോൾ ആരെങ്കിലും ഓട്ടുപാത്രം തേടി പോകുമോ? കൃഷ്ണന്റെ ഉള്ളൊന്നു പിടഞ്ഞു. കാരണം ഇത് തനിക്കും ബാധകമല്ലേ? രാധ, പൂർണ്ണതമയായ രാധ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് രാധയുടെ അംശങ്ങൾ തേടി പോകുന്നത്? ഇത്രയും പറഞ്ഞിട്ട് രാധാറാണി തന്റെ വലത് കൈ നീട്ടിയിട്ട് പറഞ്ഞു, കൃഷ്ണ ഒരു നിമിഷ നേരത്തേക്ക് നിനക്കെന്റെ പഴയ കണ്ണനാകാൻ കഴിയുമോ? നിനക്കെന്റെ പഴയ കണ്ണനാകാൻ കഴിയുമെങ്കിൽ, എൻ്റെ പഴയ കണ്ണൻ ഉണ്ണിയാകാൻ കഴിയുമെങ്കിൽ, എൻ്റെ പഴയ കൻഹയാകാൻ കഴിയുമെങ്കിൽ, ഗോയ്ക്കളമേച്ചു പൊടികൾ പിടിച്ചു വിയർത്തു കുളിച്ചു വരുന്ന കൃഷ്ണനാകാൻ കഴിയുമെങ്കിൽ, രാധയോടൊത്ത് യമുനയിൽ നീന്തി കുളിച്ച കൃഷ്ണനാകാൻ കഴിയുമെങ്കിൽ, ഞങ്ങൾ ഗോപികമാരുടെ വസ്ത്രമെടുത്ത് പേരാലിന്റെ കുമ്പിൽ കയറി ഇരുന്നു കൊണ്ട് കൈനീട്ടാൻ പറഞ്ഞ കുസൃതിക്കാരനായ കൃഷ്ണനാകാൻ കഴിയുമെങ്കിൽ, അർദ്ധരാത്രി കോടക്കുഴൽ വിളിച്ചു ഞങ്ങളെ വരുത്തി ഞങ്ങളോടൊത്ത് രാസലീല നടത്തുന്ന കൃഷ്ണനാകാൻ കഴിയുമെങ്കിൽ, രാധയെ തടവിലാക്കുമ്പോൾ ബലരാമൻ ജ്യേഷ്ഠനോടൊപ്പം വന്ന് ഓടിളക്കി കയറിട്ട് കെട്ടി വടത്തിലൂടെ എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ച കൃഷ്ണനാകാൻ കഴിയുമെങ്കിൽ, എന്റെ നേർക്ക് ആര് കൈ ഉയർത്തിയാലും അവരുടെ കൈ പിടിച്ചിട്ട് രാധയുടെ നേർക്ക് കൈ ഉയർത്തിയാൽ പിന്നെ ആ
ആ കൈ പിന്നെ ഒരിക്കലും ഉയരില്ല എന്ന് പറയുന്ന ആ പഴയ കൃഷ്ണനാകാൻ കഴിയുമെങ്കിൽ, എന്നോടൊത്ത് നികുഞ്ചത്തിൽ ഊഞ്ഞാലാടാൻ കഴിയുന്ന ആ കൃഷ്ണനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ ചുംബിക്കൂ കൃഷ്ണ, ചുംബിക്കൂ കൃഷ്ണ. ഈ കൈത്തലമെടുത്ത് ചുംബിക്കൂ കൃഷ്ണ. കൃഷ്ണൻ നിശ്ചലനായി നിൽക്കുകയാണ്. രാധ പറഞ്ഞു, രാധയുടെ മനസ്സും ശരീരവും നിനക്കുള്ളതാണ്. ഇതാ കൃഷ്ണ, ഈ കൈകളിൽ നീ ചുംബനം അർപ്പിക്കൂ. പഴയ കണ്ണനായി എനിക്ക് വാസുദേവനായ കൃഷ്ണനെ വേണ്ട, രാജകുമാരനായ കൃഷ്ണനെ വേണ്ട, ഭഗവാൻ കൃഷ്ണനെ എനിക്ക് വേണ്ട. എൻ്റെ ഉണ്ണിക്കണ്ണനായി മാറാൻ കഴിയുമോ? പണ്ട് വിരളി പിടിച്ചു നിന്ന കാളയുടെ പുറത്തെന്നെ എടുത്ത് ഇരുത്തിക്കൊണ്ട് പാഞ്ഞുപോയ കൃഷ്ണനാകാൻ നിനക്ക് കഴിയുമോ കൃഷ്ണ? കഴിയുമെങ്കിൽ ചുംബിക്കൂ കൃഷ്ണ. ഈ കൈയെടുത്ത് ചുംബിക്കൂ കൃഷ്ണ. രാധാറാണി കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. കൃഷ്ണനാകട്ടെ നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. ഒരു നിമിഷം കൃഷ്ണൻ ഇങ്ങനെ നിന്നു. അതിനുശേഷം കൃഷ്ണൻ ഒന്ന് നെടുവീർപ്പിട്ടു. എന്നിട്ട് രാധയുടെ അടുക്കലേക്ക് 2 ചുവട് നടന്നു വന്നു. രാധാറാണി കൈ നീട്ടി നിൽക്കുകയാണ്. കൃഷ്ണന്റെ കൈ രാധാറാണിയുടെ കൈകളുടെ അടുക്കലേക്ക് നീങ്ങി. തൊട്ടില്ല എന്ന മട്ടെത്തിയപ്പോൾ കൃഷ്ണൻ കൈകൾ പിൻവലിച്ചു. കൃഷ്ണന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി രാധാറാണി നോക്കുകയാണ്. കൃഷ്ണൻ വീണ്ടും രാധയുടെ അടുക്കലേക്ക് ചെന്നു. രാധാറാണിയുടെ തോളത്ത് പിടിച്ച് അവിടെയുള്ള ഇരിപ്പിടത്തിൽ ഇരുത്തി. അതിനുശേഷം കൃഷ്ണൻ രാധാറാണിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. രാധാറാണിയുടെ പാദങ്ങൾ എടുത്ത് തൻ്റെ കവിളിനോട് ചേർത്തു. കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങി. ആ കണ്ണുനീര് കൊണ്ട് രാധാറാണിയുടെ പാദങ്ങൾ നനഞ്ഞു കുതിർന്നു. കൃഷ്ണൻ വിങ്ങിക്കരഞ്ഞു. ആ പാദങ്ങൾ അതിനുശേഷം എടുത്ത് കൃഷ്ണൻ ശിരസിൽ വച്ചു. കൃഷ്ണൻ കരയുകയാണ്. ആ പാദങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് കൃഷ്ണൻ വിങ്ങിക്കരയുകയാണ്. കൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങൾ കൃഷ്ണന്റെ കണ്ണീര് കൊണ്ട് നനഞ്ഞു കുതിർന്നു. ആ കണ്ണീരിൽ രാധാറാണിയുടെ പാദത്തിലെ ചരണ ചെഞ്ചാറ് ഒഴുകാനായിട്ട് തുടങ്ങി. ആ സമയത്ത് മഴത്തുള്ളി പോലെ ഒരു തുള്ളി തൻ്റെ ശിരസിൽ പതിച്ചത് കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണൻ തൻ്റെ ശിരസുയർത്തി നോക്കി. രാധയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളികളായിരുന്നു അത്. അതേ, രാധയും കരയുകയാണ്. കൃഷ്ണൻ രാധാറാണിയുടെ പാദമെടുത്ത് തൻ്റെ ശിരസിലേക്ക് അമർത്തി വച്ചു. എന്നിട്ട് വിങ്ങിക്കരഞ്ഞു. രാധാറാണിയും കരഞ്ഞു. ഇപ്പോൾ കൃഷ്ണന്റെ ശിരസിൽ രാധാജിയുടെ പാദങ്ങളാണ്. സ്മരഗരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. സ്മരഗരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. ജ്വലതി മൈദാരുണോ മദന കദനാരുണോ ജ്വലതി മൈദാരുണോ മദന കദനാരുണോ ഹരതു തദുപഹിത വികാരം. പ്രിയേ ചാരുശീലേ സ്മരഗരള ഖണ്ഡനം
മമ ശിരസി മണ്ഡലം ദേഹി പദപല്ലവ മുദാരം ജ്വലതി മൈദാരുണോ മദനകദനാരുണോ ഹരനു തതുപാഹിത വികാരം പ്രിയേ ചാരുശീലേ. രാധാറാണിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, രാധാറാണിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. രാധാറാണി അവിടെ നിന്ന് എഴുന്നേറ്റു, കൃഷ്ണന്റെ കൈകളിൽ പിടിച്ചു, കൃഷ്ണനെ ഇങ്ങനെ ഉയർത്തിയതിനു ശേഷം കൃഷ്ണന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി, ചുണ്ടുകൾ അമർത്തി. രാധാജിയുടെ ചുണ്ടുകൾ കൃഷ്ണന്റെ ശിരസിൽ, നെറ്റിയിൽ. രാധാജിയുടെ കണ്ണുനീർ കൃഷ്ണന്റെ കവിളിൽ, കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരും രാധാജിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരും ഒന്നായി. പെട്ടെന്ന് രാധാറാണിയുടെ അടുക്കലേക്ക് രാധേ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ രാധാജിയുടെ മാറിലേക്ക് കൃഷ്ണൻ ചാഞ്ഞു. രാധാജി കൃഷ്ണനെ ചേർത്തു വെച്ചു. ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ ചേർത്തു വെച്ചു. ഒരു കുഞ്ഞമ്മയുടെ അടുക്കലേക്ക് എന്ന പോലെ കൃഷ്ണൻ രാധാജിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നു നിന്നു. വിശുദ്ധമായ സ്നേഹത്തിന്റെ മറ്റൊരു ഭാവം. അതേ, നാരായണൻ കരയുകയാണ്, നാരായണിയും കരയുകയാണ്. നാരായണനെ ഒരു കുഞ്ഞിനെ പോലെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു നാരായണിയുടെ മാറിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ ചേർന്ന് നിൽക്കുന്ന നാരായണൻ കരയുകയാണ്. ഒടുവിൽ മഴ പെയ്തു തോർന്ന ശാന്തതയോടെ നിശബ്ദനായി കൃഷ്ണൻ രാധാജിയുടെ മാറിൽ. രാധാജി നിശബ്ദയായി കൃഷ്ണന്റെ ശിരസ് തന്റെ നെഞ്ചോട് ചേർത്ത് ആ തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് രാധാജി കൃഷ്ണന്റെ ചെവിയിൽ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, രാധേ കൃഷ്ണ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കൃഷ്ണ, മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നു കൃഷ്ണ, ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, രാധേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ മറ്റെന്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നു. കൃഷ്ണന്റെ ദേഹം പലരെടുക്കാം, പക്ഷേ കൃഷ്ണന്റെ ഹൃദയം അത് രാധയ്ക്കുള്ളതാണ്, അത് രാധയ്ക്ക് മാത്രമുള്ളതാണ്. അതിൽ സ്പർശിക്കാൻ, കൃഷ്ണന്റെ ആത്മാവിൽ സ്പർശിക്കാൻ രുക്മിണിക്ക് സാധ്യമല്ല, സത്യഭാമയ്ക്ക് സാധ്യമല്ല, ജാമ്പവതിക്ക് സാധ്യമല്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു സ്ത്രീക്കും സാധ്യമല്ല. എൻ്റെ ആത്മാവിൽ തൊടാൻ നിനക്ക് മാത്രമേ കഴിയൂ രാധേ, എൻ്റെ കൃഷ്ണ, എൻ്റെ രാധേ. ആ ഒരു ആലിംഗനത്തിന്റെ നിർവൃതിയിൽ എത്ര നേരം നിന്നുവെന്നറിയില്ല. ഒടുവിൽ കൃഷ്ണൻ വിളിച്ചു, രാധേ. അപ്പോൾ രാധാറാണി അറിയാതെ വിളിച്ചു, കണ്ണനുണ്ണി, എൻ്റെ കണ്ണനുണ്ണി, എൻ്റെ മാത്രം കണ്ണനുണ്ണി. കൃഷ്ണന് അടിമുടി രോമാഞ്ചമുണ്ടായി. കൃഷ്ണൻ രാധയെ തൻ്റെ ആത്മാവിനോട് ചേർത്തു. എൻ്റെ പാൽക്കാരി പെണ്ണെ, എൻ്റെ മാത്രം പാൽക്കാരി പെണ്ണെ, എൻ്റെ മാത്രം പാൽക്കാരി പെണ്ണെ. വീണ്ടും ആ നിർവൃതിയിൽ ലയിച്ചു നിന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. രാധ ചോദിച്ചു, എന്താ കൃഷ്ണ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് കാർത്തികയാണ്. ഈ കാർത്തിക രാത്രിയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. ഗോവർദ്ധനത്തിൽ നിന്നും 3 യോജന അകലെയുള്ള രോഹിതാചലത്തിൽ വെച്ചാണത് ചെയ്യേണ്ടത്. ചന്ദന വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന. അപ്പോൾ രാധാറാണി കണ്ണുകൾ തുറന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നമ്മളിത് എത്ര നേരമാണ് നിന്നത് കൃഷ്ണ? നോക്കൂ, നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു.
കൃഷ്ണൻ പുഞ്ചിരിച്ചു. രാധാകൃഷ്ണന്മാർക്ക് സമയങ്ങളില്ല രാധേ. കൃഷ്ണൻ രാധാറാണിയെയും ചേർത്ത് വെച്ച് രോഹിതാചലത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഒരു കാഴ്ച കണ്ടു. അവിടെ നീല താമര വിടർന്നു നിൽക്കുന്ന ദേവസരോവര തീരത്ത് അല്പം മാറി ഒരു മുനി ഇരിക്കുന്നു, ഒരു ഋഷി ഇരിക്കുന്നു. ആ ഋഷിയുടെ പേരാണ് ഋഭു. വായു മാത്രം ഭക്ഷിച്ച് രാധാകൃഷ്ണന്മാരെ മാത്രം ധ്യാനിച്ചിരിക്കുകയാണ്. ആ മുനിയെ കണ്ടപ്പോൾ രാധാറാണി പറഞ്ഞു, നോക്കൂ കൃഷ്ണ, ആ മുനിയെ കണ്ടില്ലേ? അദ്ദേഹം തപസ് ചെയ്ത് മെലിഞ്ഞ് കൃശഗാത്രനായി. എങ്കിലും ഒരു പ്രകാശം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. കൃഷ്ണ, അദ്ദേഹം മോക്ഷാർഹനാണ്, അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കൂ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ ഒരു അനുവാദത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. കാരണം നിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഋഭു മഹർഷിക്ക് എനിക്ക് മോചനം കൊടുക്കാൻ പറ്റൂ. അദ്ദേഹം മോക്ഷാർഹനാണ്. കൃഷ്ണൻ സന്തോഷത്തോടുകൂടി ഋഭുമുനിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഋഭുമുനിയുടെ ചെവിയിൽ വളരെ സ്നേഹത്തോടെ വിളിച്ചു, ഋഭോ. പക്ഷേ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഋഭുമുനി അത് കേട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഋഭുമുനിയുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ മാഞ്ഞുപോയി. അപ്പോൾ ഋഭുമുനി ഞെട്ടിത്തെറിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഭഗവാനും രാധാറാണിയും എവിടെ പോയി? അദ്ദേഹം കണ്ണുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. വട്ടത്തിൽ ചുറ്റുന്ന, അതിവേഗം ചുറ്റുന്ന തേജോ മണ്ഡലത്തിന്റെ മധ്യത്തിൽ രാധാസമേതനായി കൃഷ്ണൻ, ഘനശ്യാമ സുന്ദരൻ, ഗോലോകനാഥൻ. അദ്ദേഹത്തോടൊപ്പം അതാ അതീവ സുന്ദരി ഗോലോകനാഥ സാക്ഷാൽ രാധാറാണി. രാധാമാധവന്മാർ അതിവേഗത്തിൽ വട്ടം ചുറ്റുന്ന തേജോമണ്ഡലത്തിൽ മഹർഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. മഹർഷി രാധാകൃഷ്ണന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു, മുട്ടുകുത്തി നിന്ന് നമസ്കരിച്ചു. ആ സമയത്ത് മഹർഷിയുടെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്നിട്ട് കൃഷ്ണനിൽ ലയിച്ചു. അപ്പോൾ കൃഷ്ണൻ സന്തുഷ്ടനായി വീണ്ടും വിളിച്ചു, ഋഭോ. അപ്പോൾ മഹർഷിയുടെ ദേഹത്ത് നിന്ന് വീണ്ടും ഒരു തേജസ് ഉണർന്നു. ആ തേജസ്സിൽ, പ്രകാശത്തിൽ ആ മഹർഷി മുങ്ങി കുളിച്ചു നിന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഋഭുമുനിയുടെ ശരീരത്തെ ആലിംഗനം ചെയ്തു. പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് മുകളിലേക്ക് ഉയർന്നു. അത് അനന്തതയിലേക്ക് പോയി. അപ്പോൾ ആ ശരീരം നിലത്തേക്ക് വീണു. അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ, ആ ആത്മാവിന് മോക്ഷം കിട്ടിക്കഴിഞ്ഞു കൃഷ്ണ. അപ്പോൾ ഋഭുമുനിക്ക് വേണ്ടിയുള്ള ആ പാരലൗകിക ക്രിയകൾ ആര് ചെയ്യണം? നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പാരലൗകിക ക്രിയകൾ നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മോക്ഷം കിട്ടിയ ആത്മാവ് അതൊരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരു ശരീരത്തിരുന്ന് കഴിഞ്ഞാൽ ആ ശരീരം നിർമ്മലമാണ്. അങ്ങനെയുള്ള ശരീരത്തെ ഭൂദാനം ചെയ്യരുത്, ഭൂമിക്ക് കൊടുക്കരുത്. അത് ലോകത്തിന് പ്രയോജനമുള്ള ഒന്നാക്കി മാറ്റണം. അപ്പോൾ രാധാജി ചോദിച്ചു, എങ്ങനെ മാറ്റും കൃഷ്ണ? നോക്കിക്കൊള്ളൂ. കൃഷ്ണനും രാധാറാണിയും ആ ശരീരത്തിന്റെ അടുക്കൽ മുട്ടുകുത്തിയിരുന്നു. രാധാറാണിയോട് കൃഷ്ണൻ പറഞ്ഞു, നീ ആ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കൂ, ഞാനും നോക്കാം. രാധാകൃഷ്ണന്മാർ ആ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ
ആ ശരീരം ഒന്നുലഞ്ഞു. പതുക്കെ പതുക്കെ അത് ദ്രവിച്ചു. അതൊരു ദ്രവരൂപമായി, അതൊരു നദിയായി. രോഹിത പർവ്വതത്തിൽ നിന്നും കുതിച്ചു ഒഴുകി വൃന്ദാവനത്തിന്റെ തടങ്ങളെ നനച്ചുകൊണ്ടൊഴുകി. അപ്പൊ രാധാറാണി ചോദിച്ചു, കൃഷ്ണ, ഋപുമുനിയുടെ ശരീരം അതെങ്ങനെയാണ്? അത് നിർമ്മലമാണ്, പക്ഷേ അതെങ്ങനെയാണ് ജലമയമായി മാറിയത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്നിലും നിന്നിലുമുള്ള പ്രണയഭക്തി കൊണ്ട് അവന്റെ ശരീരം ആർദ്രമായി. ആ ആർദ്രമായതോടുകൂടി ആ ശരീരം ജലമായി മാറി. അങ്ങനെ പ്രണയാർദ്രമായാൽ, ഭക്തി കൊണ്ട് പ്രണയാർദ്രമായാൽ ശരീരം അങ്ങനെ ജലമയമായി മാറും. അങ്ങനെ പണ്ടൊരിക്കൽ ഞാനും ജലമായി മാറി. അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, അങ്ങ് ജലമായി മാറിയെന്നോ? എപ്പോൾ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതൊക്കെ പഴയ കാര്യങ്ങൾ. അപ്പൊ രാധാറാണി പറഞ്ഞു, പറയൂ കൃഷ്ണ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പറയൂ, നീ ജലമയമായോ? എനിക്കത് കേൾക്കണം കൃഷ്ണ. മാധവൻ രാധയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാധ പറഞ്ഞാൽ പിന്നെ കൃഷ്ണന് രണ്ടാമതൊരു വാക്കുണ്ടോ? കൃഷ്ണൻ പറയാം രാധേ, കൃഷ്ണൻ അത് പറയാം രാധേ. മാധവൻ താൻ ജലമയമായ കഥ പറയാൻ തുടങ്ങുകയാണ്. ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.